നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കോസ്റ്റ് അക്കൗണ്ടിങ്, അതായത് ബികോം BBA സ്റ്റുഡൻസിന് ചോദിക്കാൻ സാധ്യതയുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ള പാർട്ട് എ ക്വസ്റ്റ്യൻസിന്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പാർട്ട് എയിൽ തന്നെയുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നോക്കാം. ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ എന്നാൽ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ മീൻസ് ഡയറക്റ്റ് മെറ്റീരിയൽ റെഫേഴ്സ് ടു മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഇൻ എ പ്രൊഡക്റ്റ് മെഷേർഡ് ആൻഡ് ഡയറക്ട്ലി ചാർജ്ഡ് ടു ദി പ്രൊഡക്റ്റ്. അതായത് നമുക്കൊരു പ്രൊഡക്റ്റിൽ നേരിട്ട് ഐഡന്റിഫൈ ചെയ്യാനും പ്രൊഡക്റ്റിൽ നേരിട്ട് ചാർജ് ചെയ്യാനും പറ്റുന്ന ഒരു എന്താണ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് എലമെന്റ് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് മെറ്റീരിയൽ ദാറ്റ് ആർ കൺവീനിയൻറ്റ്ലി ഐഡന്റിഫയബിൾ ആൻഡ് ക്യാൻ ബി ആട്രിബ്യൂട്ട് ഹോൾലി ടു എ പെർട്ടിക്കുലർ ജോബ്, പ്രൊഡക്റ്റ് ഓർ പ്രോസസ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ജോബിൽ പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് ചാർജ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്താണ് EOQ? The economic order quantity. EOQ stands for economic order quantity. Is the quantity which is most economical to order at a time, മിനിമൈസിങ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി. അതായത് നമുക്ക് ഒരു ഓർഡർ കൊടുക്കുവാൻ ഏറ്റവും നല്ല ടൈം, അതായത് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി ഏറ്റവും കുറവുള്ള ഒരു സമയം ഉണ്ടായിരിക്കും. ആ സമയത്താണ് നമുക്ക് എന്താണ് ഓർഡർ കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ അതായത് നമ്മൾ ഏത് ഓർഡർ, എത്ര ക്വാണ്ടിറ്റി ഓർഡർ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഇൻവെന്ററി കോസ്റ്റ് മിനിമം ആകുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ബാലൻസ് ഓർഡറിംഗ് ആൻഡ് ക്യാരിങ് കോസ്റ്റ്, എൻഷുറിംഗ് ദി ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് ഈസ് ലോവസ്റ്റ്. അപ്പോൾ EOQയിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഓർഡർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം ക്യാരിങ് കോസ്റ്റ് ഓർഡറിംഗ് കോസ്റ്റും ഒരു ബാലൻസ് കൊണ്ടുവരികയും അതിലൂടെ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് ഏറ്റവും ലാഭകരമാവുന്നത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്യുമ്പോഴായിരിക്കും. ഓക്കെ, ദിസ് ക്വാണ്ടിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇക്വേറ്റിംഗ് ദി ഓർഡറിംഗ് കോസ്റ്റ് വിത്ത് ക്യാരിങ് കോസ്റ്റ്. ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് ലെവൽ ഓഫ് സ്റ്റോക്ക് എന്ന് ചോദിക്കാം. അപ്പോൾ സ്റ്റോക്കുകൾ ഇതിനൊക്കെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇക്വേഷൻ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. പ്രോബ്ലം ആയിട്ട് ഇത് ചോദിക്കാം. സ്റ്റോക്ക് ലെവൽസ് സാധാരണയായിട്ട് മാക്സിമം സ്റ്റോക്ക് ലെവൽ, മിനിമം സ്റ്റോക്ക് ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ, ഡേഞ്ചർ ലെവൽ, റീഓർഡർ ലെവൽ എന്നിങ്ങനെയാണുള്ളത്. ഇതിനെല്ലാം എന്താണ് പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട് പാർട്ട് ബിയിലേക്ക്. അപ്പോൾ അത് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇതിനടുത്തത് ബിൻ കാർഡ് എന്നാൽ എന്താണെന്നുള്ളതാണ്. A bin card is a record of the receipt and issue of material prepared by storekeeper for each item of store. അതായത് ഒരു സ്റ്റോറിൽ ഒരു എന്താണ് സ്റ്റോർ കീപ്പർ സൂക്ഷിക്കുന്ന റെക്കോർഡാണ് എന്താണ് മെറ്റീരിയലിന്റെ റെസിപ്റ്റും ഇഷ്യൂവും കാണിക്കുന്ന ഒന്നാണ് ബിൻ കാർഡ്. അപ്പോൾ ഒരു സ്റ്റോറിനകത്ത് പേര് തന്നെ ഉണ്ട്, ബിൻ എന്ന് പറയാം. അതായത് സ്റ്റോറിനകത്തുള്ള ബിന്നിൽ എന്താണ് മെറ്റീരിയലിന്റെ ബിന്നിൽ സൂക്ഷിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണത്. ഇതിനകത്ത് എത്ര റെസിപ്റ്റ് ഉണ്ടായിട്ടുണ്ട്, എത്ര ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് മെറ്റീരിയലിൽ എന്ന് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് ഓഫ് റെസിപ്റ്റ്, ഇഷ്യൂ, മിനിമം ക്വാണ്ടിറ്റി, മാക്സിമം ക്വാണ്ടിറ്റി, ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഫോർ ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി മാനേജിന് വേണ്ടിയിട്ട് ഈ ബിൻ കാർഡിൽ മിനിമം ക്വാണ്ടിറ്റി എത്രയാണ്, മാക്സിമം ക്വാണ്ടിറ്റി എത്രയാണ്, റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്, ഈ ഇഷ്യൂ എത്രയാണ്, റെസിപ്റ്റ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അടുത്താണ് ജിറ്റ്. വളരെയധികം പലപ്പോഴായിട്ട് എടുത്ത് ചോദിക്കുന്ന ഒന്നാണ് ജിറ്റ്. ജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഇൻ ടൈം is an inventory management strategy that aim to reduce inventory holding cost and increase inventory turnover by receiving goods from supplier only when they are needed, just in time. അതായത് നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് മാത്രം ബിസിനസ്സിലേക്ക് എന്താണ് മെറ്റീരിയൽ വരിക. അപ്പോൾ ഒരു ഇൻവെന്ററി ഹോൾഡിംഗ് ടെക്നിക്കാണ് എന്ത് ജിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സപ്ലയർ നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് മാത്രം നമുക്ക് നമ്മുടെ സ്ഥാപനത്തേക്ക് മെറ്റീരിയൽ കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ജിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The goal is to have little to no excess inventory at any given time. അതായത് നമുക്ക് ഒരു ഏതൊരു സമയം എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്താണ് ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്ക് ഇല്ല. അതായത് സ്റ്റോക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പണം ബ്ലോക്ക് ആയി കിടക്കാതിരിക്കുക എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ജിറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. പക്ഷെ ജിറ്റ് സിസ്റ്റം ഫോളോ ചെയ്യണമെങ്കിൽ എന്താവണം? നമ്മുടെ സപ്ലയർ വളരെ നല്ല സപ്ലയർ ആയിരിക്കണം, വിശ്വസനായിരിക്കണം. അയാൾ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് സാധനം എത്തിച്ചു തരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ജിറ്റ് സിസ്റ്റം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്താണ് വെഡ് അനാലിസിസ്. VED. അതായത് വെഡ് അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ മെത്തേഡ് യൂസ്ഡ് ടു ക്ലാസിഫൈ ഇൻവെന്ററി ഐറ്റം ബേസ്ഡ് ഓൺ ദെയർ ക്രിട്ടിക്കാലിറ്റി. അപ്പം നമ്മുടെ സ്റ്റോക്കിൽ സൂക്ഷിക്കുന്ന ഐറ്റത്തിന് അതിന്റെ ക്രിട്ടിക്കാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ ഇമ്പോർട്ടന്റിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാണ് VED. V സ്റ്റാൻഡ്സ് ഫോർ വൈറ്റൽ, E സ്റ്റാൻഡ്സ് ഫോർ എസെൻഷ്യൽ ആൻഡ് D ഫോർ ഡിസൈറബിൾ. വൈറ്റൽ ഐറ്റംസ് ആർ ക്രിട്ടിക്കൽ ആൻഡ്
റിക്വയർ ക്ലോസ് മോണിറ്ററിംഗ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഐറ്റം ആണ് വൈറ്റൽ എന്നുള്ള വി എന്നുള്ള കാറ്റഗറി വരിക. എസെൻഷ്യൽ ഐറ്റംസ് ആർ ഇമ്പോർട്ടൻറ്റ് ബട്ട് ലെസ് ക്രിട്ടിക്കൽ. അത്ര ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എന്ത് എസെൻഷ്യൽ ഐറ്റംസും, പക്ഷെ അത്ര ക്രിട്ടിക്കൽ ആയിട്ട് ഉള്ള ഒരു ഐറ്റം അല്ല. ദെൻ ഡി ഡിസൈറബിൾ ഐറ്റംസ് ഓഫ് ലോവർ പ്രയോറിറ്റി. കൂട്ടത്തിൽ ലോവർ പ്രയോറിറ്റി വരുന്ന ഐറ്റമാണ് ഡി എന്നുള്ള കാറ്റഗറി വരിക. അപ്പം മൊത്തം നമ്മൾ സ്റ്റോർ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. എന്ത് VED എന്ന് പറഞ്ഞിട്ട് വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. ഇനി അടുത്ത ടേം ആണ് ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഐഡിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കിംഗ് ടൈം അല്ലാത്ത സമയമാണ് ഐഡിയൽ ടൈം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഐഡിയൽ ടൈം ഈസ് എ ടൈം ഡ്യൂറിംഗ് വിച്ച് വർക്കർ ആർ പ്രസന്റ് ബട്ട് നോട്ട് വർക്കിംഗ് ഡ്യൂ ടു റീസൺ ലൈക്ക് മെഷീൻ ബ്രേക്ക് ഡൗൺ ഓർ മെറ്റീരിയൽ ഷോർട്ടേജ്. അതായത് വർക്കിംഗ് ടൈമിൽ വർക്ക് നടക്കാത്ത ഒരു സമയം, ആ സമയത്തിന് വിളിക്കുന്നവരാണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. മെഷീൻ ബ്രേക്ക് ഡൗൺ ആവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഷോർട്ടേജ് കൊണ്ടോ ഒക്കെ ആയിരിക്കും അങ്ങനെ വർക്ക് ടൈമിൽ വർക്ക് നടക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സാലറി വെറുതെ കൊടുക്കണം ആ സമയത്തേക്ക്, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് നോർമൽ ഐഡിയൽ ടൈം വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ. ഐഡിയൽ ടൈം നോർമൽ ഐഡിയൽ ടൈം ഉണ്ടാവും, അതായത് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഐഡിയൽ ടൈം ഉണ്ടാവും, അബ്നോർമൽ ഐഡിയൽ ടൈം ഉണ്ടാവും, വിച്ച് ക്യാൻ ബി അവോയ്ഡഡ് വിത്ത് പ്രോപ്പർ പ്രിക്യൂഷൻസ്. അത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഐഡിയൽ ടൈം ഉണ്ടാവും. ഇത് നമ്മൾ ശ്രദ്ധിച്ചാലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കുറെ ഐഡിയൽ ടൈം ഉണ്ടാവും. ഇപ്പോൾ എന്താണ് ഫാക്ടറി പഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഫാക്ടറി ഗേറ്റിൽ പഞ്ച് ചെയ്തിട്ട് നമ്മൾ വർക്ക് സ്പേസിലേക്ക് എത്തുന്ന ആ ഒരു ടൈം, അതൊക്കെ എന്താണ് മിനിമം നമുക്ക് അവിടെ റിക്വയർ ആയിട്ടുള്ള ടൈമാണ്. അപ്പൊ അങ്ങനെയുള്ള ഐഡിയ ടൈം ഉണ്ടോ, അത് അൺഅവോയ്ഡബിൾ ആണ്. പക്ഷെ അവോയ്ഡബിൾ ആയിട്ടുള്ള ഐഡിയ ടൈം ആണ് ഇപ്പൊ എന്താണ് ബ്രേക്ക് ഡൗൺ ആവുക. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ആവുന്നത് ഒക്കെ എന്താണ് കൃത്യമായിട്ട് പ്രോപ്പർ ഇൻസ്പെക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കാൻ പറ്റും. ഓക്കെ, ഇനി വാട്ട് ഈസ് ഓവർഹെഡ്? ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർഹെഡ് റെഫേഴ്സ് ടു ദ ടോട്ടൽ ഇൻഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്ട് ലേബർ കോസ്റ്റ്, ഇൻഡയറക്ട് എക്സ്പെൻസ്. അതായത് ഇൻഡയറക്ട് എക്സ്പെൻസസിന്റെ, ഇൻഡയറക്ട് മെറ്റീരിയൽ, ഇൻഡയറക്ട് ലേബർ, ഇൻഡയറക്ട് എക്സ്പെൻസസിന്റെ ഒക്കെ ടോട്ടലിനെ വിളിക്കുന്ന പേരാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. They are classified into various categories such as manufacturing or production overhead. ഓവർഹെഡ് നമുക്ക് മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന പേരിലുണ്ട്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഉണ്ട്. ബേസ്ഡ് ഓൺ ദെയർ ഫംഗ്ഷൻ, അതിന് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ ഓവർഹെഡിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഓവർഹെഡ് ക്യാൻ ആൾസോ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ ബിഹേവിയർ ആസ് ഫിക്സ്ഡ്, വേരിയബിൾ ആൻഡ് സെമി വേരിയബിൾ ഓവർഹെഡ് എന്നും അങ്ങനെ നമുക്കതിനെ അതിന്റെ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അടുത്താണ് അബ്നോർമൽ ലോസ് ഓർ നോർമൽ ലോസ് ഓർ അബ്നോർമൽ ഗെയിൻ. അത് ചിലപ്പോൾ ചോദിക്കാം എന്താണ് അബ്നോർമൽ ലോസ് എന്ന് ചോദിക്കാം, എന്താണ് നോർമൽ ലോസ് എന്ന് ചോദിക്കാം, എന്താണ് അബ്നോർമൽ ഗെയിൻ. ഇതൊക്കെ ചിലപ്പോൾ സിംഗിൾ ആയിട്ട് ചോദിക്കാം. വാട്ട് ഈസ് അബ്നോർമൽ ലോസ്? അപ്പോൾ ആ മൂന്ന് നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. എന്താണ് അബ്നോർമൽ ലോസ്? റെഫേഴ്സ് ടു ദ ലോസ് ദാറ്റ് അറൈസസ് അണ്ടർ നോർമൽ കണ്ടീഷൻ ആൻഡ് ഈസ് അൺഅവോയ്ഡബിൾ സച്ച് ആസ് വേസ്റ്റ്, സ്ക്രാപ്പ്. അപ്പൊ നോർമൽ കണ്ടീഷനിൽ ഒരു ബിസിനസ്സിലെ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ലോസിനെ വിളിക്കുന്നവരാണ് എന്ത് അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് എന്താണ് റെഫേഴ്സ് ടു ലോസ് ദാറ്റ് അറൈസസ് അണ്ടർ നോർമൽ കണ്ടീഷൻ ആൻഡ് ഈസ് അൺഅവോയ്ഡബിൾ. അപ്പം അതായത് നമുക്ക് സാധാരണ കണ്ടീഷനിൽ നമ്മളെ കൊണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാതെ ഉണ്ടാകുന്ന ലോസ്. അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലോസിനേക്കാളും അധികം ഉണ്ടാകുന്ന ലോസ് ആണ് ശരിക്കും അബ്നോർമൽ ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇസ് എ ലോസ് ദാറ്റ് ഈസ് ഇൻഹറന്റ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ് ആൻഡ് ക്യാൻ ബി ആന്റിസിപ്പേറ്റഡ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻഹറന്റ് ആയിട്ടുള്ള നമുക്ക് മുൻകൂട്ടി ഇത്ര സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായിട്ട് മുൻകൂട്ടി പറയാൻ പറ്റുന്ന ലോസിനെ വിളിക്കുന്നവരാണത് നോർമൽ ലോസ് എന്ന് പറയാം. ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഇൻഹറന്റ് നേച്ചർ ആണ് അത്. അതെന്തായാലും ആ പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. അതാണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അബ്നോർമൽ ഗെയിന്? അബ്നോർമൽ ഗെയിൻ ഈസ് എക്സസ് ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ ഓവർ നോർമൽ ഔട്ട്പുട്ട് റിസൾട്ടിങ് ഇൻ ലെസ് ലോസ് ഓർ വേസ്റ്റേജ് ദാൻ എക്സ്പെക്ടഡ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ലോസിനേക്കാൾ കുറഞ്ഞ ലോസ് സംഭവിക്കുക, എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ടിനേക്കാൾ കൂടുതൽ ഉൽപാദനം ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ആണ് അബ്നോർമൽ ഗെയിൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ പ്രതീക്ഷിക്കുന്ന ലോസിനേക്കാൾ പ്രതീക്ഷിക്കുന്ന ലോസിനെയാണ് നോർമൽ ലോസ് എന്ന് പറയുന്നത്. പ്രതീക്ഷിക്കുന്ന ലോസിനേക്കാൾ കൂടുതൽ ലോസ് ഉണ്ടായാലും അബ്നോർമൽ ലോസ്, പ്രതീക്ഷിക്കുന്ന ലോസിനേക്കാൾ കുറവ് ലോസ് ഉണ്ടാകുമ്പോൾ അബ്നോർമൽ ഗെയിൻ, അങ്ങനെയും മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ബഡ്ജറ്ററി കൺട്രോൾ എന്നാൽ എന്താ ചോദിക്കാം. ബഡ്ജറ്ററി കൺട്രോൾ ഇൻവോൾവ് ദ പ്രോസസ് ഓഫ് ബിൽഡിംഗ് ബഡ്ജറ്റ് ടു എയ്ഡ് ഇൻ പ്ലാനിങ് ആനുവൽ ഓപ്പറേഷൻസ്. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് എന്ത് ചെയ്യണം, ഒരു ആനുവൽ ഓപ്പറേഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുവാൻ വേണ്ടി അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. അതൊക്കെയാണ് എന്ത് കോർഡിനേറ്റിംഗ് ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റിംഗ് പ്ലാൻ ടു മാനേജേഴ്സ്. അപ്പോൾ ബഡ്ജറ്റിംഗ് കൺട്രോൾ എന്ന് പറഞ്ഞ ഇതിന് ഇവിടെ പറയുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ചേർന്നതാണ് ഒരു ബഡ്ജറ്റിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ട് മുകളിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? പ്ലാനിങ് ആനുവൽ ഓപ്പറേഷൻസ്, കോർഡിനേറ്റിംഗ് ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ്, കമ്മ്യൂണിക്കേറ്റിംഗ് പ്ലാൻ ടു മാനേജേഴ്സ്,
motivating managers, controlling activities, eliminating waste, provide a base for comparison, evaluating manager performance, reducing uncertainties, and revising budget as necessary. അപ്പോൾ ഇതെല്ലാം ചേർന്നാണ് ഇത് ബഡ്ജറ്ററി കൺട്രോൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത എന്താണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്താണ്? Flexible budget is a dynamic budget that provides different budgeted cost for different level of activity. It is prepared after classifying expense between fixed, semi-variable, and variable cost, allowing for more accurate cost predictions based on varying activity levels. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതൊരു ഡൈനാമിക് ബഡ്ജറ്റ് ആണ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ ലെവലിനനുസരിച്ച് 100% കപ്പാസിറ്റിയിൽ എത്ര ചെലവ് വരും, 50% ആകുമ്പോൾ എത്ര ചെലവ് വരും, 80% ആകുമ്പോൾ എത്ര ചെലവ് വരും, ദെൻ 30% ആകുമ്പോൾ എത്ര ചെലവ് വരും, അങ്ങനെ ഡിഫറെന്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ ആ ഓർഗനൈസേഷന് എത്ര കോസ്റ്റ് വരും എന്ന് എന്താണ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then fixed budget എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. A fixed budget is a budget that remain unchanged regardless of the level of activity attained. അതാണ് ഫിക്സ്ഡ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് 80% കപ്പാസിറ്റി ആയാലും 100% കപ്പാസിറ്റി ആയാലും എന്താണ് ബഡ്ജറ്റിൽ യാതൊരുവിധ ചേഞ്ചും വരുന്നില്ല. അതിനെയാണ് ഫിക്സ്ഡ് ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡസ് നോട്ട് അഡ്ജസ്റ്റ് വിത്ത് ചേഞ്ച് ഇൻ ആക്ടിവിറ്റി ലെവൽസ് ക്യാഷ്. അതായത് എന്താണ് നമ്മളിവിടെ എന്താണ് ആക്ടിവിറ്റി ലെവൽ ചേഞ്ചസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഫിക്സ്ഡ് ബഡ്ജറ്റിന്റെ പ്രത്യേകത. ഇനി അടുത്താണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പേര് തന്നെ ഉണ്ട്, സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. നമ്മളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നിനെയും ബേസ് ആക്കാതെ നമ്മളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ബഡ്ജറ്റിന് പറയുന്ന പേരാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റ്. ഓക്കെ, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഇവാലുവേറ്റ് ആൻഡ് റാങ്ക് ആക്ടിവിറ്റി ആൻഡ് പ്രോഗ്രാം ഫ്രം സീറോ ബേസ്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റീസിനെ റാങ്ക് ചെയ്യുന്നതും എന്താണ് അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ എന്താണ് സീറോ ബേസ്. നമ്മളൊരു മുൻധാരണയോട് കൂടിയല്ല. അങ്ങനെയെങ്കിൽ അതിനെ മുൻകൂട്ടിയുള്ള എന്തെങ്കിലും പാസ്റ്റ് ഇൻഫർമേഷൻ അങ്ങനെയുള്ള അതൊന്നും വെച്ചിട്ടല്ല. ഇത് യാതൊരുവിധ മുൻധാരണയും ഇല്ലാതെ നമ്മൾ ഒന്നും ബേസ് ആക്കാതെ നമ്മൾ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, then what is standard cost? Standard cost is a predetermined operating cost calculated from management standard of efficient operation and the relevant necessary expenditure. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു മാനേജ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. അത് ഇത്ര ചെലവ് നമുക്ക് ഈ ഒരു ജോലി ചെയ്യുവാൻ വേണ്ടി വരുമെന്ന് നമ്മുടെ മാനേജ്മെന്റ് മുൻകൂട്ടി തീരുമാനിക്കുക. അതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ് കമ്പയറിംഗ്. ഇത് എന്തിനാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആക്ച്വൽ കോസ്റ്റ് എൻകോഡ് വിത്ത് പ്രിസെറ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അതായത് നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇൻകർ ചെയ്തിട്ടുള്ള കോസ്റ്റും ബിസിനസ് ആ ജോലി ചെയ്തു തീർക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡും അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിനുള്ള ഡിഫറൻസസ് എന്തുണ്ടെങ്കിൽ ഡിഫറൻസിനെ വേരിയൻസ് എന്ന് പറയാം. ആ വേരിയൻസ് എന്ത് ചെയ്യണം ഉള്ള കാരണങ്ങളൊക്കെ മനസ്സിലാക്കി അത് ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് കൺട്രോളിങ് മെത്തേഡായിട്ടാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോസ്റ്റ് ഷീറ്റ് എന്താണെന്ന് ചോദിക്കാം. കോസ്റ്റ് ഷീറ്റ് മീൻസ് എ കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് പ്രസന്റ് ദ കോസ്റ്റ് ഇൻകേർഡ് അറ്റ് ഈച്ച് ലെവൽ ഓഫ് മാനുഫാക്ചറിങ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ഒരു ബിസിനസ്സിനകത്ത് ഒരു പ്രൊഡക്റ്റ് ഒരു സർവീസ് ഉത്പാദിപ്പിക്കാൻ വന്നിട്ടുള്ള കോസ്റ്റ് അത് ഓരോ ലെവലിലും എത്ര വരുന്നുണ്ടെന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ 5 ലെവലിലാണ് കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ പ്രൈമറി കോസ്റ്റിലെ പ്രൈം കോസ്റ്റ്, പിന്നെന്താണ് വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് സെയിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറെന്റ് ലെവലിൽ എന്താണ് കോസ്റ്റ് എത്ര വരുന്നു എന്ന് അല്ലെങ്കിൽ അത് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കോസ്റ്റ് ഷീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് എക്സ്ക്ലൂഡ് പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസ് ആൻഡ് ഇൻകംസ്. അപ്പോൾ ഫിനാൻഷ്യൽ എക്സ്പെൻസ്, പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസുകളും അതുപോലെ ഇൻകംസ് അത് ഈ കോസ്റ്റ് ഷീറ്റിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി വർക്ക് ഇൻ പ്രോഗ്രസ്, വർക്ക് സർട്ടിഫൈഡ് ഓർ വർക്ക് അൺസർട്ടിഫൈഡ്. ഇത് നമുക്ക് എവിടെ വരുന്നതാണ്, നമ്മുടെ കോൺട്രാക്ട് അക്കൗണ്ടിങ് എന്നുള്ള ആ ഭാഗത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ കോൺട്രാക്ട് കോസ്റ്റിംഗിൽ വരുന്നതാണ്. നോക്കുക അതിനകത്ത് വരുന്നത് ഇൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് റെഫേഴ്സ് ടു അൺഫിനിഷ്ഡ് കോൺട്രാക്ട് അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ജോലി കംപ്ലീറ്റ് ആവാത്ത ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്ക് ഉണ്ടാവുമല്ലോ, അതിനാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് ബോത്ത് വർക്ക് സർട്ടിഫൈഡ് ആണ് വർക്ക് അൺസർട്ടിഫൈഡ്. അപ്പോൾ അത് വർക്ക് സർട്ടിഫൈഡ് ഉണ്ടാവും, സർട്ടിഫൈഡ് ഉണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ. അപ്പൊ ഇനി വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് ദ സെയിൽ വാല്യൂ ഓഫ് വർക്ക് കംപ്ലീറ്റഡ് ആ സർട്ടിഫൈഡ് ബൈ ആർക്കിടെക്ട്. അപ്പോൾ എന്താണ്, ഒരു ആർക്കിടെക്ട് ഇത്ര ജോലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നത് സെയിൽസ് വാല്യൂ, അതാണ് എന്ത്
ഒരു ആർക്കിടെക്റ്റ് ആ കോൺട്രാക്റ്റിൽ എത്ര പോർഷൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് അയാൾ ഒതന്റിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയും. വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, ഒരു ആർക്കിടെക്റ്റ് എന്താണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് അൺസർട്ടിഫൈഡ് ആണ്. ഓക്കെ. ഇനി റിട്ടൻഷൻ ഓഫ് മണി. റിട്ടൻഷൻ മണി എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടൻഷൻ മണി ഈസ് നോൺ ആസ് റിട്ടൻഷൻസ് ഇൻ സം ഓഫ് മണി withheld from a contractor's progress payment during a construction project. It is usually calculated as a percentage of the contract sum and served as finance security mechanism. റിട്ടൻഷൻ മണി എന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കാനുള്ള പണത്തിൽ ഒരു ഭാഗം, മൊത്തം കോൺട്രാക്ടിന്റെ എമൗണ്ടിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യും, അവർ ഹെൽഡ് ചെയ്ത് വെക്കും. കാരണം ആ കോൺട്രാക്ടർക്ക് ജോലി ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ അത് കൊടുക്കുള്ളൂ. അത്രയും കാലം ആ പണം എന്താണ് കോൺട്രാക്ടിന്റെ അവർക്ക് കൊടുക്കേണ്ട പൈസ തന്നെയാണ്, പക്ഷെ അത് റീറ്റെയിൻ ചെയ്ത് വെക്കും. ഓക്കെ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺട്രാക്ടിന്റെ പണം ഫുള്ള് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും, നമുക്കറിയാലോ, കിട്ടേണ്ടൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആരും ജോലി ചെയ്യില്ല. അപ്പം അത് കുറച്ച് കാലത്ത് റീറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് റിട്ടൻഷൻ മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺട്രാക്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ. കോൺട്രാക്ട് കംപ്ലീറ്റ് ആവുന്നത് വരെ കോൺട്രാക്ടർക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് പണം എന്ത് ചെയ്യാന്ന്, പ്രൊജക്ട് ഹാൻഡിൽ അല്ലെങ്കിൽ അവരുടെ ആരാണോ അതിന്റെ ഉടമസ്ഥർ അവർ ഹെൽഡ് ചെയ്ത് വെക്കുന്നതാണ്, വിത്ത് ഹെൽഡ് ചെയ്യുക. ഓക്കെ. അതിനെയാണ് റിട്ടൻഷൻ മണി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും ഞാനിപ്പോൾ 2 വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇത്രയും പോർഷൻസ് പാർട്ട് എയിൽ ചോദിച്ചു കാണാറുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളാണ്. അപ്പൊ ഈ 2 വീഡിയോസും കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ രൂപത്തിൽ പാർട്ട് എയിൽ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 2 വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക. ഇതിലെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. എല്ലാവർക്കും വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ.